യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നെസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കാലയളവിൽ സന്യാസ ജീവിതത്തിലേക്കുള്ള വിളി തുലവും കുറവാണെന്നും അതിനുള്ള കാരണങ്ങൾ എന്താണെന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുകയായിരുന്നു. തുടർന്ന എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുടരുകയാണ്. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് ചർച്ച ചെയ്യുവാൻ ഇന്ന് നമ്മോട് കൂടിയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യിൽ അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇതിൻ്റെ ഈ ദൈവവിളിയുടെ കാരണങ്ങൾ, കുറയുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു, ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതിനെ മറികടക്കാൻ, ഈ കുറവ് പരിഹരിക്കാൻ വേണ്ടി കാലാനുസൃതമായ രീതിയിൽ ആധുനികമായ ചിന്തകൾ ഒക്കെ ഉൾക്കൊള്ളിച്ച് കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് സന്യാസ ജീവിതം ആകർഷകമാക്കി തീർത്തൂടെ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു അഭിപ്രായത്തെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയുക? കത്തോലിക്ക സഭയിൽ സന്യാസ സഭകളിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കുന്നുണ്ട്. സഭ അതിനോട് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പം കാലോചിതമായിട്ടുള്ള മാറ്റത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഉദാഹരണമായിട്ട് 12-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലോ രൂപം കൊണ്ടിട്ടുള്ള സന്യാസ സഭകൾ 20-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ച് അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ പ്രവർത്തന മേഖലയിലും പ്രവർത്തന ശൈലിയിലും ഒക്കെ കാലോചിതമായിട്ടുള്ള അപ്രോച്ചിലും ഒക്കെ കാലോചിതമായിട്ടുള്ള മാറ്റം വരുന്നുണ്ടെന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും കാലോചിതമായിട്ടുള്ള മാറ്റം ജീവിതത്തിലും തന്നെ കാലോചിതമായിട്ടുള്ള ഒരു മാറ്റം, ടൈം ടേബിളിലുള്ള മാറ്റം, കാലോചിതമായിട്ടുള്ള മാറ്റം, ജീവിതക്രമത്തിലൊക്കെയുള്ളൊരു മാറ്റമൊക്കെ വരും എന്നുള്ളതാണ്. പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം, അത് നല്ലത് തന്നെ മാറ്റങ്ങൾ, പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം സന്യാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാതലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സന്യാസമർപ്പണ ജീവിതത്തിൻ്റെ കാതൽ എന്ന് പറയുന്ന, അതായത് ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുഗമിച്ച് പരിപൂർണനാകാനായിട്ട് വിളിക്കപ്പെട്ടവർക്ക് ഏറ്റവും അടുത്ത് അനുഗമിച്ച് ഉള്ള യേശുക്രിസ്തുവിനോട് കൂടിയുള്ളൊരു ജീവിതം, ദൈവ ഐക്യത്തിലുള്ളൊരു ജീവിതം, സമൂഹത്തിൻ്റേതായിട്ടുള്ളൊരു ജീവിതം, അതുപോലെ തന്നെ വ്രതബദ്ധമായിട്ടുള്ളൊരു ജീവിതം ഒക്കെ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വ്രതബദ്ധമായിട്ടുള്ള ജീവിതത്തിൽ ഉള്ള ചില അതിൽ ഉള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ മൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷ ഉപദേശങ്ങൾ, സുവിശേഷ മൂല്യങ്ങൾ, അതിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതേസമയം കാലോചിതമായിട്ട് മറ്റ് കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യം ഒരു സഭയിലുണ്ട്. ഇപ്പം പല സഭകൾ, നമ്മളതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓരോ സഭയ്ക്കും പ്രത്യേകമായിട്ടുള്ള അപ്പസ്തോലിക പ്രവർത്തനമുണ്ട്. അപ്പം കാലത്തിനനുസരിച്ച് ഈ അപ്പസ്തോലിക പ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കുന്ന മേഖലയിൽ നിന്ന് അതൊക്കെ ഏതാണ്ട് അവിടെ ലക്ഷ്യമൊക്കെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നൊക്കെ അവർക്ക് തോന്നുകയാണെങ്കിൽ വേറൊരു മേഖലയിലേക്കൊക്കെ മാറുന്ന കാലോചിതമായിട്ട് കാലത്തിൻ്റെ നീഡ് അനുസരിച്ച്, ആവശ്യമനുസരിച്ചൊക്കെ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. പക്ഷേ സന്യാസത്തിൽ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്ന ചില മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള അതിനൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. എന്നുവെച്ചാൽ സന്യാസാരൂപിയുടെ അരൂപി നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വിട്ടുവീഴ്ച അതിലർത്ഥമില്ല എന്നുള്ളതാണ്. കാരണം ഏറ്റവും അടുത്ത് അനുഗമിക്കാനായിട്ട് വരുന്നവരാണ് ഈ സന്യാസികൾ എന്ന് പറയുന്നത്. ഇപ്പം കാലോചിതമായിട്ടുള്ള, ഇപ്പം സന്യാസത്തിൻ്റെ ഹാബിറ്റ്, സന്യാസ വസ്ത്രം എന്ന് പറയുന്നത്, ഇപ്പോൾ യൂറോപ്പിൽ ഉപയോഗിക്കുന്ന സന്യാസ വസ്ത്രം, പണ്ട് തണുപ്പ് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള വസ്ത്രം, ആ വസ്ത്രം ഒരു ഉഷ്ണമേഖലാ പ്രദേശത്ത് ആ സന്യാസ സഭാ വസ്ത്രം പറ്റിയെന്ന് വരില്ല. കാലോചിതമായിട്ടുള്ള
കാലത്തിനും ദേശത്തിനും ഒക്കെ അനുസരിച്ചുള്ള ഒരു മാറ്റം ആവശ്യമാണ്. അത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ, രണ്ടാം വത്തിക്കാൻ സുനകദോസ് സന്യാസത്തിൽ ഉള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സഭാവസ്ത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നൊരു കാര്യമുണ്ടെന്നുള്ളതാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു മാറ്റം, അങ്ങനെ മാറ്റം ആകർഷിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും, ഉദാഹരണമായിട്ട് പല കാര്യങ്ങളിലൊക്കെ ഒരു ഇളവ് എപ്പോൾ വേണമെങ്കിലും വരാം, സന്യാസത്തിൽ എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാം. അപ്പോൾ അത് സ്വാതന്ത്ര്യം, വ്യക്തിക്ക് സ്വാതന്ത്ര്യം, ഇഷ്ടംപോലെ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ ആഡംബരമായിട്ട് ജീവിക്കേണ്ടവർക്ക് ആഡംബര ജീവിതം നയിക്കാം. എല്ലാവർക്കും സ്വകാര്യ സ്വത്താവാം, എന്തോ സ്വകാര്യമായിട്ട് വാഹനമാകാം. അപ്പോൾ ഇങ്ങനെ അതൊക്കെ സന്യാസ മൂല്യത്തിന് ഒക്കെ ആയിട്ട് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതല്ല നമ്മൾ നോക്കേണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാത്ത രീതിയിലുള്ള കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും, ഓഫ് വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോഴും നമ്മൾ ഓർക്കണം, ഈ വ്യക്തി സ്വാതന്ത്ര്യം ആർക്കാണ്, അത് എവിടം വരെ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം, സന്യാസ ജീവിതം ആകർഷകരമായിട്ടാൽ ആശയപരമായിട്ട് വളരെ ആകർഷകമാണെങ്കിൽ പോലും അത് പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോൾ അത്ര ആകർഷകമല്ല എന്നുള്ള ഒരു വിമർശനം സമൂഹത്തിൽ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത്? അപ്പോൾ ആശയതലത്തിൽ തീർച്ചയായിട്ടും സാറ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്. ആകർഷകമാണ് ഒരു ഇതൊക്കെ നോക്കുമ്പോൾ, അതായത് യേശുക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുകരിക്കുക, അതിനായിട്ട് ദൈവ ഐക്യത്തിൽ ജീവിക്കുക, പിന്നെ 3 വ്രതങ്ങളനുസരിച്ച് ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അനുസരണവും അനുസരിച്ച് അത് വ്രതമെടുത്ത് അതിനോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പോൾ ഈ വ്രതങ്ങൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിനും സഹോദരങ്ങൾക്കും ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു നിസ്വാർത്ഥമായിട്ട് ത്യാഗസന്നദ്ധതയോടുകൂടി ദൈവോന്മുഖരായിട്ട് ജീവിക്കുക പറയുന്ന അതാണ് ആശയപരമായിട്ട് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണെന്ന് തോന്നുന്നു. ഐഡിയൽ തലത്തിൽ അത് ക്രൈസ്തവർ മാത്രമല്ല, അക്രൈസ്തവരും ഇങ്ങനെയുള്ള ഒരു ജീവിതാവസ്ഥ എത്രയോ മഹനീയമാണ് എന്ന് അവിശ്വാസികൾ പോലും ഒരു മഹനീയമായിട്ടുള്ളൊരു വിളി ഇങ്ങനെയുള്ളതാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിക്കുക. അപ്പോൾ ഇങ്ങനെ നിസ്വാർത്ഥമായിട്ട് ത്യാഗസന്നദ്ധതയോടുകൂടി ഒക്കെ ജീവിക്കുക എന്നൊക്കെ പറയുന്നതൊരു വലിയൊരു ഇതായിട്ട് സ്വീകരിക്കണം. അപ്പോൾ അത് ആശയതലത്തിൽ ഇതാണ്. പക്ഷേ അത് ഈ വലിയൊരു ആശയം പ്രായോഗികമായിട്ടുള്ളത് പ്രായോഗികമായിട്ട് വരുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു വെല്ലുവിളിയാണ്, ഒരു റാഡിക്കൽ ഡിസൈപ്പിൾഷിപ്പാണ്. അത് വിരോചിതമായിട്ട് ഉള്ള ഒരു ശിഷ്യത്വമാണ്, റാഡിക്കലായിട്ട് ഇത് ചെയ്യണം. അപ്പോൾ അതിന് സാധിക്കുക എന്ന് പറയുന്നത് അതിന് ഒരുപാട് ത്യാഗവും ഇതാണ്. ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ വാസ്തവത്തിൽ ത്യാഗത്തിന് ഒരാളെ പ്രേരിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇത് പ്രാക്ടിക്കൽ ലെവലിലേക്ക്, പ്രായോഗിക തലത്തിലേക്ക് ഈ ആഗ്രഹങ്ങളോടുകൂടിയൊക്കെ വരികയും തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ പ്രായോഗിക തലത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ചില സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് സമൂഹ ജീവിതത്തിലായിക്കൊള്ളട്ടെ, ഇപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ഒരുപോലെ സ്നേഹിച്ച് ഒക്കെ ജീവിക്കുക, സ്വയം മറന്ന് ജീവിക്കുക ഒക്കെ പറയുന്നു, ആശയപരമായിട്ടൊക്കെ അങ്ങേയറ്റം അട്രാക്റ്റീവാണ്. പക്ഷെ അത് ജീവിക്കുമ്പോഴാണ് ഒരു 3-4 പേരുടെ കൂടെ ജീവിക്കുമ്പോഴുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉൾക്കൊള്ളാനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പ്രോത്സാഹിപ്പിക്കാനായിട്ട്, അഭിനന്ദിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് അത് സമൂഹ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, ദൈവ ഐക്യത്തെ ജീവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം, ലാളിത്യത്തെക്കുറിച്ച് സംബന്ധിച്ച്, അതുപോലെ വൃതബദ്ധമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ചില അപജയങ്ങൾ, ചില പരാജയങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. കാരണം ഐഡിയലായിട്ട് ജീവിക്കേണ്ടവർ അങ്ങനെ ജീവിക്കുന്നതിൽ പരാജയപ്പെടുന്നു പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇതൊരു അനാകർഷകമായിട്ട് തോന്നാം. ആകർഷകമായിട്ടുള്ള ഒരു കാര്യം
പ്രായോഗിക തലത്തിൽ ചിലർ അഭ്യസിക്കുന്നത് കാണുമ്പോഴത്തേക്കും അത് അത്ര അനാകർഷമാണ്. ഇതൊരു സാധ്യമല്ലാത്തൊരു കാര്യമാണ്. എന്തിനാണ് അങ്ങനെയാണ് പിന്നെ ഇതിനെന്തിനാ പോയിട്ട് കാര്യം, അങ്ങനെ ചിന്തിക്കുന്ന ആളുണ്ടാവും, ഒരു വിഭാഗം ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇത് നമ്മൾ ജനറലൈസ് ചെയ്യുന്നുള്ളതാണ്, സാമാന്യവൽക്കരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്, ധാരാളമായിട്ടുള്ള മഹാഭൂരിപക്ഷവും ഇതനുസരിച്ച് ജീവിക്കുന്നതാണ്. അത് നമ്മൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അവരെക്കുറിച്ച് പറയാനായിട്ട് അങ്ങനെയുള്ള ഒരു ചെറിയ ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് സാധാരണഗതിയിൽ മനുഷ്യർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ വലിയ താല്പര്യമില്ല. ഉദാഹരണമായിട്ട് ഒരു കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർ, മക്കളും മാതാപിതാക്കന്മാരും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളും മാതാപിതാക്കന്മാരും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ വലിയ ഐക്യത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് അങ്ങനെയല്ല ജീവിക്കേണ്ടത്, അതിനകത്ത് എന്താ ഇരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ്. അതേസമയം ആ ഭാര്യാഭർത്താക്കന്മാർ എന്നും വഴക്കാണ്, അതുപോലെ അപ്പനും മക്കളും തമ്മിൽ ഒരു ചേർച്ചയില്ല, സഹോദരങ്ങൾ തമ്മിൽ സ്വത്ത് തർക്കവും ഇതൊക്കെയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ആളുകൾക്ക് എന്തോ ഒരു അത് അറിയാനായിട്ടും കേൾക്കാനായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒക്കെ ഒരു താല്പര്യമാണ്, എന്തോ ഒരു ജിജ്ഞാസയും താല്പര്യവും ഇങ്ങനെയായിട്ടുള്ള. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചർച്ച ഉണ്ടാകുന്നത്. ചായക്കടയിലെ ചർച്ച ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചാണ്. ഐഡിയലായിട്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഭാര്യാഭർത്താക്കന്മാരെക്കുറിച്ചും ചർച്ചയില്ല. അതാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള അത് ലോകത്തിൻ്റെ ഗതിയാണെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും അച്ഛന്മാരിങ്ങനെ നന്നായിട്ട് ജീവിക്കേണ്ടതാണല്ലോ, അതിനകത്ത് ഇപ്പം പറയാണ്ടിരിക്കുന്നത് തന്നെ ത്യാഗസന്നദ്ധയോടുകൂടി ജീവിക്കേണ്ടതാണ്. അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അത് സന്യാസികളുടെയും കാര്യത്തിൽ ഇപ്പം നമ്മൾ ചോദിക്കുന്ന അച്ഛന് ക്ഷമിച്ചുകൂടെ, സിസ്റ്ററിന് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ക്ഷമിച്ച് 100,000 കാര്യത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ആരും ചർച്ചയില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ അനാകർഷമായിട്ടുള്ള ചില സംഭവങ്ങൾ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മറക്കുകയും ചെയ്യരുത്. യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, പക്ഷെ അത് ചുരുക്കമായിട്ടാണ്. പക്ഷെ അതാണ് നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കുകയൊക്കെ ചെയ്യുന്നത്. അതാണ് മനുഷ്യരുടെ മനസ്സിൽ പതിയുകയും ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ച്. നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതേക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇതുമാത്രം ആളുകൾ ത്യാഗത്തോടുകൂടി ഒക്കെ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ ചർച്ചയൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ആരും കയറി ചെല്ലാത്ത മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയും അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുകയും ത്യാഗത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് സമർപ്പിതർ ലോകത്തിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും നമുക്കില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച വന്നിട്ടുള്ളതിനെക്കുറിച്ചുള്ളതാണ് നമുക്ക് ചർച്ചയുള്ളത്. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു സമർപ്പിതരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വീഴ്ചയെക്കുറിച്ചാണ്. ബ്രഹ്മചര്യ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും എവിടെയെങ്കിലും ഇതിലൊരു വീഴ്ച വന്നിട്ടുള്ള ആളുകളെ അതേക്കുറിച്ചാണ് നമുക്ക് ചർച്ചയുണ്ടെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു. മറ്റതിൽ കാരണം ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ അവർ ജീവിക്കേണ്ടതാണല്ലോ, അതിനകത്ത് വലിയ പുതുമയൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ പറയുന്ന ഈ ഐഡിയലായിട്ട് ആശയപരമായിട്ട് വളരെ നല്ലതാണെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ട്, അത് നിവൃത്തിയാക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു, അത് എടുത്തു കാണിക്കുന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ വീഴ്ച മറ്റതിന് ന്യായീകരണമല്ലെങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നന്മയും ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സന്യാസിനികളൊക്കെ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആതുര ആലയങ്ങളിലൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെ നിസ്വാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ അവർ മനുഷ്യരാണ്. അപ്പോൾ ചിലപ്പോൾ അവർ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരിൽ നിന്നൊരു നല്ല വാക്ക് പ്രതീക്ഷിക്കുന്നുണ്ടാവും, ഒരു നല്ല പെരുമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ ചിലപ്പോഴൊക്കെ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വ്യക്തിപരമായിട്ട്, യാതൊരു സമൂഹത്തിൽ നിന്ന് യാതൊരു പ്രോത്സാഹനവും ഇല്ല, ഒരു കരുണയും കാണിക്കുന്നില്ല, ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ല എന്ന് ഉള്ള വേദനയുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ അത് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വലിയ വീഴ്ചയല്ലേ എന്നെനിക്ക് തോന്നുന്നുണ്ട്. അച്ഛനും അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇല്ല, തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം, ഇവർ മനുഷ്യരാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇമോഷൻസൊക്കെ ഉള്ള ആളുകളാണ്.
എല്ലാ മനുഷ്യരും. അതായത് നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആ നല്ല കാര്യം അംഗീകാരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ആളുകൾക്ക് തൃപ്തികരമായിട്ടുള്ള ശുശ്രൂഷയാണെന്നുള്ളൊരു അറിവ്, അത് മാനസികമായിട്ട് തന്നെ ഒരാളെ കൂടുതൽ ആ ശുശ്രൂഷയിൽ ത്യാഗത്തോടുകൂടി നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യാനായിട്ട് അത് പ്രേരിപ്പിക്കുകയാണ്. അതേക്കുറിച്ചുള്ളൊരു ഒരു നല്ല വാക്ക് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അത് ചിലപ്പോഴെങ്കിലും ഈ ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്ന അപ്രീസിയേഷന് വേണ്ടിയിട്ട് പോകണം, അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളതല്ല. അപ്പോൾ അച്ഛൻ്റെ ശുശ്രൂഷ, സിസ്റ്ററിൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ മക്കൾക്കൊക്കെ വലിയ ഒരു സഹായമാണെന്നുള്ളൊരു അറിവ് കൂടുതൽ തീഷ്ണതയോടുകൂടി ഒരു മേഖലയിൽ സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ട്, ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് അത് ഇടയാക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് വാസ്തവത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു പോലും ആ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഒരാൾ മാത്രം തിരിച്ചു വന്ന് നന്ദി പറഞ്ഞു. ബാക്കി 9 പേര് കർത്താവ് ചോദിച്ചില്ലേ, ബാക്കി 9 പേര് എവിടെയാണ്? അപ്പം അങ്ങനെയുള്ള ഒരു യേശു പോലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ചിന്ത വളർത്തിക്കൊണ്ടുവരേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ കൾച്ചറുമായിട്ടൂടെ നമ്മുടെ സംസ്കാരവും കൂടെ ബന്ധപ്പെടുത്തിയാണെന്നുള്ളത്. ഉദാഹരണമായിട്ട് നമ്മൾ മാർപ്പാപ്പ, ഇപ്പോഴത്തെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പോലെ ലോകത്തിൽ പല മനുഷ്യരുടെയും അധരങ്ങളിൽ നിന്ന് 2 വാക്ക് വരുന്നില്ല. താങ്ക്സ്, അതിലൊന്ന് താങ്ക്സ് ആണ്, നന്ദി. 2 സോറി എന്നുള്ളതാണ്. അപ്പം നമുക്ക് നന്മ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്, നമ്മൾ നന്ദി താങ്ക്സ് എന്ന് നമ്മൾ പറയാറില്ല. ഒരപ്പൻ മകന് വേണ്ടിയിട്ട് എത്രയോ അധ്വാനിക്കുന്നു എന്നുള്ളതാണ്. ഫീസ് കൊടുക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫീസിൻ്റെ സമയമാകുമ്പം ഫീസ് അപ്പം കൊടുക്കുന്നു, മകനെ ഏൽപ്പിക്കുന്നു. എത്ര മക്കൾ താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ പറയാറില്ല. മകൻ വിചാരിക്കുന്നത് അപ്പൻ്റെ കടമയല്ലേ, അത് അപ്പൻ്റെ കടമയല്ലേ എന്നുള്ളതാണ് താങ്ക്സ് എന്ന് പറയുന്നൊരു കാര്യം. അപ്പന് ഇതല്ലേ പണി, കടപ്പെട്ടയാളാണ്. ഇനി അങ്ങനെ പറയണത് തന്നെ ഒരു ഔചിത്യമല്ല എന്ന് ചിന്തിക്കുന്ന ആളുണ്ട്. അതെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ സോറി, വിദേശത്ത് അങ്ങനെയല്ല, വിദേശത്ത് ഈവൻ ആഫ്രിക്കയിൽ പോലും അങ്ങനെയല്ല. അതെ. അപ്പോൾ സോറി എന്ന് പറയുന്ന നമ്മുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച വന്നു, നമ്മൾ ഒരാളെ നമ്മുടെ വാക്കുകൊണ്ടൊരു പ്രയാസം ഉണ്ടാക്കി, സോറി എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്താ വെച്ചാൽ ഒരു ഊഷ്മളത, ബന്ധത്തിലൊരു ഊഷ്മളത കൂടുതലായിട്ട് ഉണ്ടാവുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം അപ്രീസിയേഷൻ എന്ന് പറയുന്ന അങ്ങനെയുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്ന് പൊതുവെ വരുന്നില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം, വളരെ അപൂർവമായിട്ടാണെങ്കിലും സന്യാസ അല്ലെങ്കിൽ വൈദികരോ സന്യാസികളോ ഒക്കെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന വളരെ അത്യപൂർവമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് ഈ ആളുകളെ, ഈ സമർപ്പിതരെ, അങ്ങനെ വൈദികരൊക്കെ പോകാനായിട്ടുള്ള സാഹചര്യം എന്താണെന്ന്, കാരണങ്ങൾ എന്താണെന്ന് ഒന്ന് അച്ഛൻ പങ്കുവയ്ക്കാമോ? അത് നമ്മൾ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണത്. അതേക്കുറിച്ച് അതായത് ഇങ്ങനെ ആത്മഹത്യ നടത്തുന്ന ചെയ്യുന്ന വ്യക്തികളുടെ കുടുംബാംഗങ്ങൾക്കോ ആ സഭയിലെ ആളുകൾക്കോ ക്രൈസ്തവ സമൂഹത്തിനോ മാത്രമല്ല, അത് ക്രൈസ്തവേതര സമൂഹങ്ങളിൽ പോലും ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവികമായിട്ടുള്ള ഒരു വിളി സ്വീകരിച്ച് ജീവിക്കുന്ന, പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷയിലൊക്കെ വ്യാപരിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ചൊക്കെ നല്ല പൊതുവിൽ ഇങ്ങനെയുള്ളൊരു സമൂഹത്തെക്കുറിച്ച്, ഇങ്ങനെ ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം, നല്ല അഭിപ്രായമൊക്കെ നിലനിൽക്കെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ചുരുക്കമായിട്ട് സംഭവിക്കുന്നതാണ്, എങ്കിൽ പോലും ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ ചെയ്യേണ്ടതൊരു കാര്യമാണ്. അതിനൊരു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം ചിലർ കത്തോലിക്കർ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇത് 12 കൊല്ലത്തെ പരിശീലനം ഒക്കെ സിദ്ധിച്ചിട്ടുള്ള ആളുകൾ, ആത്മീയത്വമായിട്ട് വളർന്നിരിക്കുന്ന ആൾക്കാർ, ഈശോയുടെ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ പൗരോഹിത്യത്തിലാണെങ്കിലും സമർപ്പിത ജീവിതത്തിലാണെങ്കിലും ഒക്കെ 10, 25, 30 വർഷമൊക്കെ ശുശ്രൂഷാ രംഗത്ത് പ്രവർത്തിക്കുകയും ഒരു കുഴപ്പമില്ലാതെ, അതുകൂടെയാണ് അവരെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന, മാതൃകാപരമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു
അതിൻ്റെ അകത്ത് ചില അസ്വാഭാവികതയില്ലേ എന്നൊക്കെ അതാണ് ചർച്ചയ്ക്ക് വരുന്നത് എന്നുള്ള കാര്യം. അത് എത്രയോ ആളുകൾ നമ്മുടെ ലോകത്തിൽ കേരളത്തിലേക്ക് ഓരോ ദിവസവും ഈ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊന്നും ചർച്ചയ്ക്ക് വരുന്നില്ല. ചർച്ചയ്ക്ക് വരണം എന്നല്ല ഞാൻ പറയുക. ഇല്ല. പക്ഷേ ഈ സന്യസ്തരുടെ ഇടയിലോ അല്ലെങ്കിൽ വൈദികരുടെ ഇടയിലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴൊരു വലിയ ചർച്ചയ്ക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സമൂഹത്തിലെ അംഗങ്ങളിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, ദിവസങ്ങളോളം പോലും ചാനലുകാർ ഇതിനിങ്ങനെ ഒരാഘോഷമാക്കി ചിന്തിക്കുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ഒരു റീഡിങ് എന്ന് പറയുന്നത് അതൊരു ശരിയായിട്ടുള്ള ഒരു അറിവ് ആത്മഹത്യയെ സംബന്ധിച്ചുള്ളത് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ ആത്മഹത്യക്ക് കാരണം എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അതിനൊരു അല്പസമയം എടുത്ത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഇതാണ്. മിക്കവാറും ആത്മഹത്യകൾക്ക് കാരണം ഈ ഡിപ്രഷനാണ് കാരണം. അപ്പോൾ ഈ ഡിപ്രഷന് കാരണം മനഃശാസ്ത്രപരമായിട്ട് ആളുകൾ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതൊരു കാര്യമാണ്. 2 കാരണങ്ങൾക്കുണ്ടാകാം. അതിലൊന്ന് എൻഡോജനസ് ഫാക്ടേഴ്സ്, 2 എക്സോജനസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന. എൻഡോജനസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഒരു വ്യക്തിയുടെ വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ട അവൻ്റെ ഉള്ളിലുള്ള ഫാക്ടറാണ്, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്, ഘടകങ്ങളാണ്. രണ്ടാമത്തത് എക്സോജനസ് എന്ന് പറയുന്ന ഫാക്ടേഴ്സാണ്. അതായത് എക്സോജനസ് എന്ന് പറയുമ്പോഴത്തേക്കും ബാഹ്യമായിട്ടുള്ള കാരണങ്ങളാണ് പറയുന്നത്. ആന്തരികമായിട്ടുള്ള കാരണങ്ങൾ, ഇൻറ്റേർണലായിട്ടുള്ള അവൻ്റെ വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവൻ്റെ ഫാക്ടേഴ്സായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കഴിയുന്നതും ഞാൻ സൈക്കോളജി എനിക്ക് ഇപ്പം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും സൈക്കോളജിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, സൈക്യാട്രിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇന്ന് ലോകത്തിൽ ഒരു 12% ആളുകൾ ഡിപ്രഷന് കീഴ്പ്പെട്ടവരാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിപ്രഷന് ഉള്ളതാണ്. അമേരിക്കയിൽ നമുക്ക് കാരണം നമ്മുടെ ഈ എപ്പിസോഡ് തീരാനായിട്ട് നമുക്ക് സമയമായി. അപ്പോൾ കാരണം ഇത്തിരി വളരെ വിശദീകരിക്കേണ്ട ഒരു മേഖല ആയതുകൊണ്ട് നമുക്കത് ഈ ചിന്ത അടുത്ത എപ്പിസോഡിലേക്ക് തുടരാമെന്ന് വിചാരിക്കുകയാണ്. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇത്രയും സമയം ചിന്തിച്ചുകൊണ്ടിരുന്നത് സന്യാസ ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്യുമ്പോഴും പലപ്പോഴും സമൂഹത്തിൽ നിന്ന് പ്രോത്സാഹനമോ ഒരു നല്ല വാക്കോ ഒരു അഭിനന്ദനമോ കിട്ടാതെ മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരുപാട് സന്യാസ സഹോദരങ്ങൾ, സന്യാസികളുണ്ട്. ചിലപ്പോഴൊക്കെ അത് ഒരു ഡിപ്രഷനിലേക്ക് അവരെ നയിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം എന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ചിന്തിക്കുന്നതാണ്. ഇത്രയും സമയം ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ എഴുതുമ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റ് ഫോൺ നമ്പർ അവിടെ കാണിക്കാൻ മറക്കരുത്. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.